ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച്. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ അപകടം മരണം തുടർക്കഥയായ സാഹചര്യത്തിലാണ് മാർച്ച്. ശവമഞ്ചം വഹിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ഈ ഡിസൈൻ തയ്യാറാക്കാനായിട്ട് എന്നിട്ട് ബഹുമാന്യനായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് എഞ്ചിനീയർ വെള്ളയമ്പലത്ത് വന്നിരുന്നു. ആ നിർമ്മിച്ച് നൽകിയിരുന്ന ഡിസൈനിൽ കണ്ടത് ഈ പുല്ലുമുട്ടികൾക്ക് മുകളിൽ ഒരു നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ആ നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് തെറ്റായ നിഗമനങ്ങൾ വെച്ചുകൊണ്ടാണ് ആ രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം തിരുവനന്തപുരം മുതലപ്പുഴ തുറമുഖ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് അർദ്ധരാത്രിയോടുകൂടിയാണ് തൊഴിലാളി മരിച്ചത്. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ എന്ന മത്സ്യത്തൊഴിലാളിയാണ് മരിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ രക്ഷപ്പെട്ടു. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്താധിര എന്ന വള്ളമാണ് മറിഞ്ഞത്. അഴിമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. അഞ്ചര മണിക്ക് ശേഷം ചെറിയ വള്ളം പറഞ്ഞു. റെസ്ക്യൂ ബോട്ട് അവിടെ കിടപ്പുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ വാടകത്തോണി. അതിന് വള്ളം പോയി റെസ്ക്യൂന് വരാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് വന്നതിന് ശേഷം വള്ളം ചോദിച്ചാൽ പറയുന്നത് അതിൽ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന്. എഞ്ചിൻ കംപ്ലൈന്റ് ആയ സാധനം ഇവിടെ നിന്നിട്ടേക്കുന്നത് ഒന്ന്. രണ്ടാമത് വള്ളത്തിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. 2 ഡ്രൈവറിനാണതിന് ആ ഡ്രൈവറില്ലാതെയാണ് നടക്കുന്നത്. ഒരാൾ നടക്കുന്നത്. ഈ വള്ളം ഇത്രയും ആൾക്കാരെ എടുത്തിട്ട് റെസ്ക്യൂവിന് ഈ പകല് സംഭവിച്ചിട്ട് ഈ പടിഞ്ഞാറ് വരാൻ പറ്റാത്തവരെ പിന്നെ എന്തിനാണ് അവിടെ ഡ്രൈവറായിട്ട് ഇട്ടേക്കുന്നത്? ഒരാൾ നല്ല അടി കിട്ടി, രണ്ടാമത്തെ കടലിലൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ ആൾ മരിച്ച് മരണപ്പെട്ടല്ലേ? ആര് കൊടുക്കും? ഇവര് കൊടുക്കൂ? ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നിട്ടിരിക്കുകയാണ്. ഈ നിരന്തരം അപകടം നടന്നിട്ട് ഈ റെസ്ക്യൂ ടീമുകൾ ജാഗ്രതയായിട്ട് നിൽക്കാനുള്ളതിന് വേണ്ടി അശ്രദ്ധയായിട്ടാണ് മൊത്തത്തിൽ അവിടെ നിൽക്കുന്നത്. ഒരു ശ്രദ്ധയില്ല അവർക്ക്. നല്ല രീതിക്ക് സ്വിമ്മിംഗ് പോലും അറിയാത്തവരാണ് ഇപ്പോൾ മൊത്തത്തിൽ കയറിയിരിക്കുന്നത്. എഞ്ചിൻ ഓടിക്കാൻ വേണ്ടി അത്ര കഴിവില്ലാത്ത ടീമുകളാണ് ഇപ്പോൾ അതിൽ കയറിയത്. ഒരു കടലിൽ വന്ന് അടച്ചു കഴിഞ്ഞിരുന്ന അങ്ങോട്ട് പോകാനും വരാനും പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഡ്രൈവറായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ള ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള നടപടി കിട്ടണതിൽ. അതിനിടെ ഇന്ന് രാവിലെയും വീണ്ടും വള്ളം മറിഞ്ഞ അപകടമുണ്ടായി. വള്ളത്തിലുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മക പ്രതിഷേധം തുടരുകയാണ്.